നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇതിനകം എത്തിച്ചത് 3180 ഭാരതീയരെ. മോദിയെ വീണ്ടും പ്രകീർത്തിച്ച് തരൂർ. നയതന്ത്ര യാത്രയിലൂടെ പ്രകടമായത് രാജ്യത്തിന്റെ ഐക്യം. വിദേശ ഇടപെടലുകളിൽ പ്രധാനമന്ത്രി മാതൃകയെന്നും തരൂർ. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ. ഇസ്രയേലിലേക്ക് 11 മിസൈലുകൾ തൊടുത്തു. ആക്രമണത്തിന് ഉത്തരവിട്ട ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. ഇരു രാജ്യങ്ങളോടും അതൃപ്തി അറിയിച്ച് ട്രംപ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകരർ തന്നെ. 3 പേരെ തിരിച്ചറിഞ്ഞെന്ന് NIA. ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കാൻ ഭാരതം. കൂടുതൽ ആയുധങ്ങൾ വാങ്ങും. 2000 കോടിയുടെ പുതിയ കരാറിൽ ഒപ്പുവച്ചു. ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കാൻ ഭാരതം. കൂടുതൽ ആയുധങ്ങൾ വാങ്ങും. 2000 കോടിയുടെ പുതിയ കരാറിൽ ഒപ്പുവച്ചു. ഗുരുഗാന്ധി സമാഗമത്തിന് 100 വയസ്സ്. ഡൽഹിയിൽ വാർഷികാഘോഷത്തിന് തിരിതെളിയിച്ച പ്രധാനമന്ത്രി. ഗുരുദേവ വചനങ്ങൾ മലയാളത്തിലുരുവിട്ട് നരേന്ദ്രമോദി. അതുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മഹാനായ श्री नारायण गुरु का मंत्र था, ओरु जाति ओरु मतम ओरु देवम मनुष्यनु. ഇങ്ങനെയൊരു പ്രധാനമന്ത്രി ഭാരതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് സ്വാമി സച്ചിദാനന്ദ. രാജ്യത്തിന്റെ പുരോഗതിയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്ക് ഭാരതത്തിനുള്ളത്. രാജ്യത്തെ 1.5 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് നിക്ഷേപം നടത്താനൊരുങ്ങി അദാനി ഗ്രൂപ്പ്. നിക്ഷേപം 5 വർഷത്തിനുള്ളിൽ തുറമുഖം, വിമാനത്താവളം, ഊർജം തുടങ്ങിയ മേഖലകളിൽ. വിശദമായ വാർത്തയിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാൻ സ്വദേശികളായ 3 ലഷ്കർ-ഇ തൊയ്ബ ഭീകരരെ തിരിച്ചറിഞ്ഞു. ഭീകരരുടെ പേര് വിവരങ്ങൾ നിലവിൽ രഹസ്യമായി സൂക്ഷിക്കുമെന്നും കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നും NIA വ്യക്തമാക്കി. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ വിനോദസഞ്ചാരികളുടെ മതം ചോദിച്ചു നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് കേന്ദ്ര ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് കേസ് അന്വേഷിക്കുന്ന NIA കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. പാകിസ്ഥാൻ സ്വദേശികളായ 3 ലഷ്കർ-ഇ തൊയ്ബ ഭീകരരാണ് നേരിട്ട് അക്രമത്തിൽ പങ്കെടുത്തത്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും നിലവിൽ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും NIA അറിയിച്ചു. അതിർത്തി കടന്നെത്തിയ ഭീകരർക്ക് പഹൽഗാമിൽ താമസത്തിനും ആയുധം എത്തിച്ചു നൽകുന്നതിനും സഹായിച്ച പർവേസ് അഹമ്മദിന്റെയും ബഷീർ അഹമ്മദിന്റെയും കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പിടിയിലായ 2 പേരെയും 5 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ദൃക്സാക്ഷികളുടെ മൊഴികളും വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചാണ് ഭീകരരെ തിരിച്ചറിഞ്ഞത്. നേരത്തെ ജമ്മുകശ്മീർ പോലീസ് പുറത്തുവിട്ട രേഖാചിത്രത്തിലുള്ളവർ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നാണ് NIA റിപ്പോർട്ട്. ജനം, ഡൽഹി. രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2000 കോടി രൂപയുടെ കരാറിന് അംഗീകാരം നൽകിയ പ്രതിരോധ മന്ത്രാലയം. ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനാണ് കരാർ. ഇതിനിടെ ഝലം നദിയുടെ പോഷക നദികളിലെ ജലവൈദ്യുത പദ്ധതികളുടെ തുടർ നടപടികൾ മരവിപ്പിക്കണമെന്ന് ഭാരതം ലോകബാങ്കിനോട് ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി 2000 കോടി രൂപയുടെ പ്രതിരോധ കരാറിന് കേന്ദ്രം അംഗീകാരം നൽകി. ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ, പുതിയ ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങും. 13 കരാറുകൾക്കാണ് അംഗീകാരം നൽകിയത്. അടിയന്തരമായി സേനയിലേക്ക് ഈ സംവിധാനങ്ങൾ വാങ്ങാനാണ് കരാർ.
ഇതിനിടെ ഝലം നദിയുടെ പോഷക നദികളിലെ ജലവൈദ്യുത പദ്ധതികളുടെ തുടർ നടപടികൾ മരവിപ്പിക്കണമെന്ന് ഇന്ത്യ ലോകബാങ്കിനെ അറിയിച്ചു. കിഷൻഗംഗ, രത്ലെ ജലവൈദ്യുത പദ്ധതികളുടെ തർക്കപരിഹാര നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. സിന്ധു നദിയിലെ ജലം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. സ്വാതന്ത്ര്യം നേടിയ ശേഷവും വിദേശ രാജ്യങ്ങൾക്ക് അടിയറ വെച്ചിരുന്ന ഭാരതത്തിന്റെ പ്രതിരോധ കരുത്തിനെ സ്വാശ്രയമാക്കിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭര ഭാരതും. വിദേശ രാജ്യങ്ങൾ പോലും അതിശയിച്ച പുരോഗതിയാണ് പ്രതിരോധ ഉൽപാദന മേഖലയിൽ രാജ്യം സ്വന്തമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിന്റെ കരുത്തായ ആയുധങ്ങളെ ലോകരാജ്യങ്ങളും നോട്ടമിട്ടിരിക്കുകയാണ്. കൊച്ചി, ഹൈദരാബാദ്, പൂനെ, ജബൽപൂർ, ബംഗളൂരു, നാഗ്പൂർ എന്നിവിടങ്ങൾ അത്യാധുനിക ആയുധ നിർമ്മാണത്തിന് പേരുകേട്ട ഇടങ്ങളായി ലോകഭൂപടത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും സജീവ സഹകരണത്തിലൂടെ മഹാപരിവർത്തനത്തിനാണ് നേതൃത്വം നൽകുന്നത്. ഭാരതത്തിന്റെ സ്വയം പര്യാപ്തതയുടെ പര്യായമാണ് ബംഗളൂരുവിലെ HAL നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം. മിസൈൽ ലോഞ്ചറുകളും റഡാർ സംവിധാനങ്ങളും മറ്റ് അത്യാധുനിക സംവിധാനങ്ങളുമുള്ള യുദ്ധവിമാനമാണിത്. അണിയറയിൽ തേജസ് മാർക്ക് 2 ഒരുങ്ങുകയാണ്. ഭാരതത്തിന് കരുത്തേറുന്നുവെന്നതിന്റെ തെളിവായി തമിഴ്നാട്ടിലെ ആവടിയിൽ നിർമ്മിച്ച അർജുൻ ടാങ്ക് കരുത്തിൽ മുൻപനാണ്. ജബൽപൂരിലെ ഗൺ കാരിയേജ് ഫാക്ടറിയിൽ രൂപകൽപ്പന ചെയ്ത ധനുഷ് പീരങ്കിയും പടക്കളത്തിലെ കരുത്തനാണ്. ഹൈദരാബാദിൽ DRDOയും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും സംയുക്തമായാണ് ആകാശ് നാഗ് മിസൈലുകൾ നിർമ്മിക്കുന്നത്. വ്യോമ പ്രതിരോധത്തിനും വ്യോമാക്രമണങ്ങളെയും ആകാശ് തടയുമ്പോൾ ടാങ്കറുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്താൻ നാഗ് മിസൈലുകൾക്കാകും. ബ്രഹ്മോസ് മിസൈലുകളും ഭാരതം തദ്ദേശീയമായി നിർമ്മിക്കുകയെന്നത് അഭിമാനമായ നേട്ടമാണ്. ഭാരതത്തിന്റെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് കൊച്ചിയിലാണ് നിർമ്മിച്ചത്. വിശാഖപട്ടണത്താണ് ആണവ അന്തർവാഹിനിയായ INS അരിഹന്ത് നിർമ്മിച്ചത്. ഭാരതം സമുദ്ര സുരക്ഷയിൽ കുതിക്കുന്നതിന്റെ തെളിവാണിത്. ചണ്ഡീഗഡ്, കാൺപൂർ എന്നിവിടങ്ങളിലെ ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഇൻസാസ് റൈഫിൾ, AK-203 എന്നിവയും നിർമ്മിക്കുന്നു. 2011 11% ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നുവെങ്കിൽ 2025 കണക്കുകൾ പ്രകാരം ഇത് വെറും 4% ചുരുങ്ങി. സ്വയം പര്യാപ്തതയിലേക്ക് ഭാരതം നീങ്ങുന്നതിന്റെ നാഴികക്കല്ലാണ് ഈ കണക്കുകൾ. ന്യൂസ് ഡെസ്ക്, ജനം. അശാന്തം പശ്ചിമേഷ്യ. വെടിനിർത്തൽ നടപ്പിലായതിനു ശേഷമുണ്ടായ ഇസ്രയേലിന്റെയും ഇറാന്റെയും ആക്രമണങ്ങളെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും ദീർഘകാലമായി സംഘർഷത്തിലാണ്. ഇറാനും ഇസ്രയേലും അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് ബോധവാന്മാരല്ലെന്നും ട്രംപിന്റെ വിമർശനം. ഇറാന്റെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. And now Israel's going out. These guys got to calm down. I didn't like plenty of things I saw yesterday. I didn't like the fact that Israel unloaded right after we made the deal. They didn't have to unload. And I didn't like the fact that the retaliation was very strong. But in all fairness, Israel unloaded a lot. And now I hear Israel just went out because they felt it was violated by one rocket that didn't land anywhere. That's not what we want, I'll tell you. And I'm telling you, I'm not happy about that, Israel, either. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് ചേരുകയാണ്. ഐസൻ, വീണ്ടും സംഘർഷഭരിതമായി കഴിഞ്ഞു പശ്ചിമേഷ്യ. ഇറാൻ വീണ്ടും 11 മിസൈലുകളാണ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പ്രത്യാക്രമണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി.
തീർച്ചയായും സുരേഷ്, ട്രംപ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഘർഷം വീണ്ടും, അതായത് ഇന്ന് രാവിലെയോടെ നമുക്കറിയാവുന്നതാണ്, വെടിനിർത്തൽ നടപ്പിൽ വന്നു, ദയവ് ചെയ്ത് അത് ലംഘിക്കരുത് എന്ന കൃത്യമായൊരു മുന്നറിയിപ്പ് തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് സ്വന്തം സമൂഹ മാധ്യമമായ ദി ട്രൂത്തിലെ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഒരു പ്രകോപനപരമായ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായത്. ഇസ്രായേൽ ഉടൻ തന്നെ അടിയന്തരമായി അത് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയും അതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ കൃത്യമായി ഇതിന് മറുപടി നൽകും, അല്ലെങ്കിൽ ഒരു തിരിച്ചടി നൽകുമെന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു ആക്രമണവും നടന്നത്. സ്വാഭാവികമായും രണ്ട് കക്ഷികളും ഈ സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം പരസ്പരം ആക്രമിച്ചതിനെ ഒട്ടും അംഗീകരിക്കാനാവില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ ഇസ്രായേൽ ആക്രമിച്ചത് ഇറാനിലെ പല റഡാർ കേന്ദ്രങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളും ആക്രമിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ആ ആക്രമണത്തെ ഒട്ടും തന്നെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ട്രംപും അറിയിച്ചിരിക്കുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കാനുള്ളൊരു നീക്കം അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുകയും ആ നീക്കം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ സമാധാന ചർച്ചകളും അതുപോലെ തന്നെ വെടിനിർത്തൽ ധാരണയും ഉണ്ടായതിൻ്റെയും അടിസ്ഥാനത്തിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന് ശേഷവും ഇറാൻ ആക്രമണം നടത്തിയതിനെയും അതിനെതിരെ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തെയും ശക്തമായി അപലപിക്കുക തന്നെയാണ്. ഈ പ്രത്യാക്രമണം നടത്തുന്നതിന് മുൻപ്, വിമാനങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ്, വിമാനങ്ങൾ പുറപ്പെട്ടാൽ തന്നെ വലിയ ആക്രമണങ്ങൾ നടത്തില്ല എന്നും ട്രംപ് ഒരു സമൂഹമാധ്യമ കുറിപ്പിൽ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് എന്നതും ഏറെ ഗൗരവതരമായി ട്രംപ് കാണുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും ഈ ആക്രമണങ്ങൾ തുടരുന്നൊരു പശ്ചാത്തലം ഇനി ഉണ്ടാകരുത്, പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമുണ്ടാകണം. നേരത്തെ കഴിഞ്ഞ ഞായറാഴ്ചയുമൊക്കെയായി അതിശക്തമായ ആക്രമണം നടത്തി ആണവത്താവളങ്ങളെല്ലാം തകർത്തൊരു സാഹചര്യത്തിൽ ഇനിയും ആക്രമണത്തിൻ്റെ സാധ്യതകളില്ല. പക്ഷേ കാലങ്ങളായി ആക്രമണം നടത്തുന്നവർക്ക് ഏത് രീതിയിലാണ് ആക്രമണത്തെ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കേണ്ടതെന്ന് അറിയില്ല എന്ന രൂക്ഷമായ വിമർശനമൊക്കെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സുരേഷ്. യെസ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഖത്തറിലെ അൽ ഉദൈദ് സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച വ്യോമപാതകൾ തുറന്ന് ഗൾഫ് രാജ്യങ്ങൾ. സുരക്ഷ കണക്കിലെടുത്താണ് വ്യോമപാതകളും വിമാനത്താവളങ്ങളും താൽക്കാലികമായി അടച്ചത്. ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തത്സമയം ശിഷ്യന്മാരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി എന്നാൽ പരിഭവത്തോടു കൂടിയാണ് നോക്കി നിന്നത്. ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയല്ലോ എന്നുള്ള ചിന്തയില്ല. അപ്പം പോയതിന് ശേഷം ശിഷ്യന്മാരൊരു അഭിപ്രായം പറഞ്ഞു തുടങ്ങി. ജാതിയുടെ ആണ്, ജാതി വെച്ച് പെരുമാറി ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഗുരു പറഞ്ഞു, നിങ്ങൾ ഒരേ സമുദായത്തിൽപ്പെട്ട എത്ര ആളുകളും ചെയ്യുന്ന ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഇവരുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരികയാണ്. ജിഷ്ണു, ശിവഗിരി മഠത്തിലെ സ്വാമിമാരാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. ജിഷ്ണു, കേൾക്കാമെങ്കിൽ. ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജിഷ്ണു, കേൾക്കാമെങ്കിൽ. ഇത്രത്തോളം നിർണായകമാണ് കൂടിക്കാഴ്ച. എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്? സുരേഷ്, ഇപ്പോൾ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ള പരിപാടി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുള്ള പരിപാടി നമുക്ക് മുൻപിലുണ്ട്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട അതിവിപുലമായ ഗംഭീരമായ പരിപാടി രാജ്യതലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നിരുന്നു. അതിന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ശിവഗിരി മഠത്തിലെ സ്വാമിമാരും ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി
ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ശിവഗിരി മഠത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഒപ്പം ജോർജ് കുര്യന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഇവ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒപ്പം സൗഹൃദ സംഭാഷണത്തിനുമാണ് എത്തിയത് എന്നുള്ളതാണ് സ്വാമിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. സുരേഷ്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശിവഗിരി മഠത്തിലെ സന്യാസിമാർ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തത്സമയ ദൃശ്യങ്ങൾ. ബാബുട്ട, നാളെ ഒരു രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന വണ്ടി നമ്പർ ഈ വണ്ടി എത്ര പേരുണ്ട്? 20 പേരുണ്ട്. 20 പേര്, മൊത്തം 20 പേര്. അപ്പോൾ ആ നമ്പർ എനിക്ക് അയച്ചാൽ ഞാൻ അറേഞ്ച് ചെയ്യും. സാറിൻ്റെ വണ്ടിക്ക് വരുമ്പോൾ ഒരു കാര്യങ്ങൾ പറയാം. ഇടയ്ക്കെപ്പോഴും വരുമ്പോൾ നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. നമുക്ക് പേരുമാറ്റം സംഭവിക്കുമ്പോൾ ആലോചിക്കാം. റോഡിലാവിട്ടിരിക്കാം. ശിവഗിരി മഠത്തിലെ സന്യാസിമാർ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ശിവഗിരി മഠത്തിലെ ഞങ്ങൾ 15 സന്യാസിമാർ ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ മന്ത്രി അവരുടെ ഭവനം സന്ദർശിക്കുകയും അദ്ദേഹം നൽകിയ സൽക്കാരത്തിൽ പങ്കുചേരുകയും ചെയ്തു. ജോർജ് കുര്യൻ അവറുകൾ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനുമൊക്കെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായി എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ടായി. താമസിയാതെ തന്നെ ഞങ്ങൾ ശിവഗിരി മഠത്തിലേക്ക് ക്ഷണിച്ചു. ഞങ്ങളുടെ ക്ഷണം അദ്ദേഹം യാതൊരു മുൻവിധിയും കൂടാതെ സ്വീകരിക്കുകയും ശിവഗിരിയിൽ വന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത് വളരെ കാര്യക്ഷമമായി ഗുരുവിൻ്റെ ജീവിതത്തെയും ദർശനത്തെയും കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്തു. തുടർന്ന് ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഞങ്ങൾക്ക് സഹായിയായി നിന്നിട്ടുണ്ട്. ഇപ്പോൾ വിജ്ഞാന ഭവൻ ഹാളിൽ വെച്ച് ഗാന്ധിജിയും ഗുരുദേവനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അത് വിജയപ്രദമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ രീതിയിലും സഹകരിക്കുകയും റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരു ബോഗി അനുവദിച്ചു തരികയും മാത്രമല്ല വിജ്ഞാന ഭവനിൽ നടക്കുന്ന പരിപാടികൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി വേണ്ട മാർഗനിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആസ്പദമാക്കി 8 വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം അവിടെ പ്രതിപാദിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുവിനെയും ഗുരുവിൻ്റെ ദർശനത്തെയും അറിഞ്ഞ് ശിവഗിരി മഠവുമായി വളരെ അടുത്ത് സഹകരിക്കുവാൻ സന്മനസ് കാട്ടുന്ന ഒരു മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ. തിരികെ വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ധു തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങി ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇതുവരെയായി 3180 ഭാരതീയരെ ഒഴിപ്പിച്ചു. ഇറാനിൽ നിന്നും 11ാമത്തെ സംഘവും ഭാരതത്തിലെത്തി. ഇതോടെ ഇറാനിൽ നിന്നും ആകെ ഒഴിപ്പിച്ച ഭാരതീയരുടെ എണ്ണം 2580 ഇസ്രയേലിൽ നിന്നും 3 വിമാനങ്ങളിലായി 594 ഭാരതീയർ മടങ്ങിയെത്ത 2 നേപ്പാൾ സ്വദേശികളെയും 4 ശ്രീലങ്കൻ പൗരന്മാരെയും ഭാരതം തിരികെ എത്തിച്ചു. Our government is always committed to provide all kind of help, assistance in the time of need, and especially to the people in distress.
and this is the 11th batch we are bringing from Iran. The total number of evacuees from Iran stands at 2,580, and by 3 flights from Israel, we brought 594 our Indian nationals, along with 6 our nationals from the 4 neighboring countries, 2 from Nepal and 4 from Sri Lanka. So being Bishabandhu, we are extending our support to our neighboring friendly nations as well. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇറാനിലെ ഇന്ത്യൻ എംബസിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി പറഞ്ഞ് ഇറാനിൽ നിന്നും മടങ്ങിയെത്തിയവർ. ഇറാനിലെ അവസ്ഥ ഭയാനകമെന്ന് ഇറാനിൽ നിന്നും മടങ്ങിയെത്തിയവർ പറഞ്ഞു. डॉक्टर सैदा जेनिफर रिजवी, वहाँ के हालात बहुत ख़राब थे. अगर एम्बेसी वाले हमारे मैंने इंडिया वाले हमारे एम्बेसी वाले होटल वगैरह नहीं लेके जाते, अपने होटल में नहीं रखते, तो हम लोगों को बहुत परेशानी हो रही थी. वहाँ एक एक लम्हा काटने के लिए बड़ा मुश्किल हो रहा था. और साथ में मेरा ये एक छोटा सा बच्चा भी गया हुआ था और हमारे साथ कोई मेल नहीं थे. वो शुक्र है एम्बेसी वालों का, मोदी सरकार का, कि उन्होंने हमें यहाँ तक पहुँचा दिया. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ദൗത്യം തുടരുകയാണ്. മടങ്ങിയെത്തിയവരെല്ലാവരും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി അറിയിച്ചിരിക്കുകയാണ്. ഇനിയും ദൗത്യം തുടരുകയാണല്ലേ? തീർച്ചയായും പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തിൽ നിന്ന് ഭാരതത്തിൻ്റെ പൗരന്മാരെ തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികളും ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുകയാണ്. ഭാരതത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്നുള്ളത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സംഘർഷ ഘട്ടത്തിലും ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് കൈത്താങ്ങായിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ തിരിച്ചെത്തിക്കുന്നതിന് ഏത് തരത്തിൽ വരെയുള്ള നടപടികൾ സ്വീകരിക്കാനും ഭാരതം തയ്യാറാണ് എന്ന് മുൻപ് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. നിലവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷമുണ്ടായ വേളയിൽ നിന്നും ആദ്യം ഇറാനിൽ നിന്നും ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും ഭാരതത്തിൻ്റെ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന നടപടികൾ ആരംഭിക്കുകയാണ്. ഇറാനിൽ നിന്ന് നിരവധി ആളുകളെ ഭാരതീയരെ ഇതിനോടകം തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇറാന്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള അർമേനിയ കൂടാതെ തുർക്ക്മെനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് ഇറാനിൽ നിന്ന് ആളുകളെ എത്തിക്കുകയും അവിടെ നിന്ന് ഫ്ലൈറ്റുകളിൽ വിമാനങ്ങളിൽ ഡൽഹിയിലേക്കും ഒപ്പം ഭാരതത്തിൻ്റെ മറ്റു മേഖലകളിലേക്കുമാണ് എത്തിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾക്ക് ഭാരതത്തിൻ്റെ പൗരന്മാരെ മടക്കി എത്തിക്കുന്ന നടപടിക്ക് ഇറാന്റെയും ഒപ്പം തുർക്ക്മെനിസ്ഥാന്റെയും അർമേനിയയുടെയും കൂടാതെ ഇസ്രായേലിൻ്റെയും ഉൾപ്പെടെ മുഴുവൻ രാജ്യങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഭാരതത്തിൻ്റെ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന ഓപ്പറേഷൻ സിന്ധു എന്ന ദൗത്യം പുരോഗമിക്കുന്നത്. ഇറാനിൽ നിന്ന് ഇതുവരെ 2580 പേരെയാണ് തിരികെ എത്തിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് പുറമെ നേപ്പാൾ, ശ്രീലങ്ക രാജ്യങ്ങളിലെ പൗരന്മാരെയും ഭാരതം ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അയൽ രാജ്യങ്ങളിലെ പൗരന്മാരെയും കൂടെ നിർത്തിക്കൊണ്ട് ഈ സംഘർഷഭരിതമായ മേഖലകളിൽ നിന്ന് അവരെ തിരിച്ചെത്തിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. ഇസ്രായേലിൽ നിന്നും 594 ഭാരതീയരാണ് മടങ്ങിയെത്തിയിട്ടുള്ളത്. മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന ഇറാനിലെയും ഇസ്രായേലിലെയും മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഇന്ത്യൻ എംബസിയുമായി രജിസ്റ്റർ ചെയ്യാനും അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ഏറ്റവും അവസാനത്തെ ആളെയും സുരക്ഷിതമായി ഭാരതത്തിലേക്ക് തിരികെ എത്തിക്കും എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ സിന്ധു തുടരുകയാണ്. അതിന് ഇറാന്റെയും ഇസ്രായേലിൻ്റെയും അയൽ രാജ്യങ്ങളുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി ആ രക്ഷാദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ പി തിരികെ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് വീണ്ടും ശശി തരൂർ. നയതന്ത്ര യാത്രയിലൂടെ പ്രകടമായത് രാജ്യത്തിന്റെ ഐക്യമാണെന്ന് തരൂർ അഭിപ്രായപ്പെട്ടു. മറ്റു രാജ്യങ്ങളുമായി ബന്ധമുണ്ടാക്കുന്നതിൽ പ്രധാനമന്ത്രി വലിയ ഉത്സാഹമാണ് കാണിക്കുന്നതെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ത്രിരാഷ്ട്ര സന്ദർശനത്തിനിടെ മോസ്കോയിൽ വെച്ചാണ് ശശി തരൂരിന്റെ പ്രതികരണം. ദ ഹിന്ദുവിൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ച് താൻ എഴുതിയ ലേഖനത്തെ ന്യായീകരിച്ച ശശി തരൂർ മറ്റ് രാജ്യങ്ങളുമായി ബന്ധമുണ്ടാക്കുന്നതിൽ പ്രധാനമന്ത്രി വലിയ ഉത്സാഹമാണ് കാണിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ ഐക്യത്തെയാണ് നയതന്ത്ര യാത്ര തുറന്നുകാട്ടിയത്. കോൺഗ്രസിന്റെ വിദേശ നയമോ BJPയുടെ വിദേശ നയമോ എന്നൊന്നില്ല. രാജ്യത്തിന്റെ വിദേശ നയം മാത്രമാണുള്ളത്. പ്രധാനമന്ത്രിയെയും നയതന്ത്ര ഇടപെടലുകളെയും പ്രകീർത്തിക്കുന്നതുകൊണ്ട് താൻ BJPയിൽ ചേരുന്നു എന്ന അർത്ഥമില്ല. തന്റെ പ്രസ്താവന ദേശീയ ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണെന്നും തരൂർ വ്യക്തമാക്കി. അതേസമയം ത്രിരാഷ്ട്ര സന്ദർശനത്തിനു ശേഷം മടങ്ങിയെത്തുന്ന ശശി തരൂരുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുമെന്നാണ് വിവരം. തരൂരിന്റെ നിലപാടുകളെ പരസ്യമായി വിമർശിക്കേണ്ടതില്ലെന്ന് മുതിർന്ന നേതാക്കൾക്ക് നിർദ്ദേശമുണ്ട്. വിമർശനം തരൂർ അവസരമായി ഉപയോഗിച്ചേക്കും എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട്. എന്നാൽ തുടർച്ചയായി തരൂർ അച്ചടക്ക ലംഘനം നടത്തുന്നു എന്നും പാർട്ടിക്ക് വിധേയനാകുന്നില്ലെന്നും കോൺഗ്രസിൽ ആക്ഷേപം ശക്തമാണ്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.